ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ കല്യാണിയുടെ വീട്ടിലെ ഒരു കോളിംഗ് ബെല്ല് കേൾക്കുക. അപ്പൊ കല്യാണി കഥ തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ നിൽക്കുന്നു നമ്മുടെ വേലുവും അതേപോലെ തന്നെ അമലും കൂടി. ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കല്യാണിക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കണം. ആഹാ, ഇത് ആരാ വന്നിരിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും ഒട്ടും പ്രതീക്ഷിക്കാത്ത രണ്ട് അതിഥികളാണല്ലോ. കിരണേട്ടാ, ഇത് ആരാ വന്നിരിക്കുന്നത് നോക്കി കിരണേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് കിരണിനെ വിളിക്കണം. അപ്പൊ കിരണിനും ഭയങ്കര സന്തോഷം തോന്നിക്കണം. ആഹാ, എന്താടാ വേലു, എങ്ങനെയുണ്ട് നിന്റെ ജീവിതമൊക്കെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് ജീവിതമൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ പോകുന്നു സാറേ. അതെ, ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത് ഞങ്ങളുടെ ഊരിൽ വെച്ചുള്ള കല്യാണം നടത്താൻ പോകുന്നു എന്ന് പറയാൻ വേണ്ടി തന്നെയാണ്. ആഹാ, അത് നല്ല സന്തോഷ വാർത്ത തന്നെയാണല്ലോ. എപ്പോഴാണ് കല്യാണം? അത് വിഷുവിന് തന്നെ നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും വിളിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ വന്നത് എന്നൊക്കെ വേലു പറയുകയാണ്. അതേതായാലും നന്നായിടാ, വളരെയേറെ സന്തോഷമായി ഞങ്ങൾക്ക്. പിന്നെ കല്യാണത്തിനുള്ള ഡ്രസ്സെല്ലാം ഞങ്ങളെടുത്ത് തന്നോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മലു ആണെങ്കിൽ അതൊന്നും വേണ്ട സാറേ, കല്യാണ ഡ്രസ്സെല്ലാം ഞങ്ങളുടെ അടുത്ത് റെഡിയാണ് എന്നൊക്കെ അമലവും പറയാണ്. ദേ പിന്നെ സാറേ, ഇത് നല്ല തേനാണ്, നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ, പിന്നെ എല്ലാവർക്കും വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾക്കും തന്നിട്ട് ബാക്കിയുള്ള എല്ലാവർക്കും കൊണ്ടേ കൊടുക്കണം എന്നിങ്ങനെ നമ്മുടെ വേര് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആഹാ, തേൻ അടിപൊളിയാണല്ലോ, ഏതായാലും തേൻ കൊണ്ടുവരണോ എന്ന് പറയാനായിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. ഏതായാലും നിങ്ങൾ തേനും കൊണ്ടുവന്നല്ലോ, വളരെയേറെ സന്തോഷമുണ്ടെന്നൊക്കെ പറയാം. അപ്പം അതിനിടയിൽ നമ്മുടെ വേലുവാണെങ്കിൽ അതെ, എനിക്ക് പുറത്തൊക്കെ പോയി ഒന്ന് ഇതൊക്കെ തേനൊക്കെ കൊടുക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ വരുന്നത് വരെ അമലു ഇവിടെ തന്നെ ഇരുന്നോട്ടെ കേട്ടോ. അതിനെന്താടാ, അതിന് പ്രത്യേകിച്ച് അനുമതി വല്ലതും വേണോ? അമലു കയറി വാ അമലു എന്നും പറഞ്ഞുകൊണ്ട് അമലുവിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് നമ്മുടെ കല്യാണി. അപ്പോൾ സാറേ, എനിക്ക് സാറോട് ചില കാര്യങ്ങളെല്ലാം ചോദിക്കാനുണ്ട് സാറേ, സാറേ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കിരണിനെ വിളിച്ചുകൊണ്ട് പോവാ. എന്താ കാര്യം? അതെ സാറേ, എനിക്കാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഒരു മനസ്സമാധാനം ഇല്ലായിരുന്നു. എന്തായി ഏതായി എന്നറിയാതെ ഒരു സമാധാനം ഇല്ലായിരുന്നു സാറേ. നമ്മളാണല്ലോ അവനെ കൊണ്ട് കുഴിച്ചിട്ടത്, അല്ല പോലീസുകാരോ അങ്ങനെ മറ്റോ എന്തെങ്കിലും ആരെങ്കിലും അന്വേഷിച്ചായിട്ട് വന്നോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എടാ പോലീസുകാർ വന്നടാ, കുറേ കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നിരുന്നു. കഴിഞ്ഞപ്പോഴേക്കും വേര് പേടിച്ചു പോവാണ്. സാറേ, പോലീസുകാർ വന്നെന്നോ? എന്നിട്ട് സാറോട് എന്താണ് സാറേ ചോദിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ സംശയരൂപത്തോടു കൂടി തന്നെയാണ് വന്നത്. അവർ ചോദിച്ചു, കല്യാണ പന്തല്ല ഗംഗാപ്രസാദ് വന്നിട്ടുണ്ടായിരുന്നു, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് ഓരോ ക്വസ്റ്റ്യനുകളും. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കും, ഞങ്ങൾ അവനെ കണ്ടിട്ടുമില്ല, അവനെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്നൊക്കെയാണ് ഞാൻ പോലീസുകാരോട് പറഞ്ഞത്. സാറേ, ഇത് വല്ലാത്തൊരു പ്രശ്നമായല്ലോ സാറേ. അല്ല, ഈ ഗംഗാപ്രസാദിന് പിന്നാലേക്ക് ഈ പോലീസുകാർ എന്തിനാണ് നടക്കുന്നത്? അവൻ ഒരു പിടികിട്ടാപ്പുള്ളിയായിരുന്നു, പിന്നെ അവൻ അത്രയ്ക്കും മോശമായ ഏർപ്പാടുകളും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അവൻ്റെ പിന്നാലെ എന്തിനാണ് സാറേ ഈ പോലീസുകാർ നടക്കുന്നത്? അവൻ ചത്തു കഴിയുമ്പോൾ അവനെതിരെ പോലീസ് കേസൊന്നും ഉണ്ടാവില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോഴേ പോലീസ് അവനെ അന്വേഷിച്ച് വന്നിരിക്കുന്നു. ഇതെന്താ സാറേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കേടാ, അത് ശരിയായിരുന്നു, നമ്മൾ അവനെ കൊന്നു കുഴിച്ചു മൂടി ഇട്ടു, പക്ഷേ അവനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലെങ്കിൽ പോലീസുകാർ അവനെ അന്വേഷിച്ച് നടക്കില്ലായിരുന്നു. അവനൊരു പിടികിട്ടാ പുള്ളിയായിട്ട് അവർ എഴുതി തള്ളിയാനായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവം. അവനെതിരെ ഇതായിട്ട് വന്നിരിക്കില്ല, അവനെ കണ്ടുപിടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് പരാതിയായിട്ട് വന്നിരിക്കുകയല്ലേ. അപ്പം പിന്നെ എങ്ങനെ പരാതിയായിട്ടോ? അതാരാണ് സാറേ പരാതിയായിട്ട് വന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അവൻ്റെ ഒരു കാമുകിയുണ്ടായിരുന്നല്ലോ, സ്റ്റെഫി. അവള് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയായിരുന്നു. അതിനുശേഷമാണ് ഗംഗാപ്രസാദിനെ കാണാനില്ല, സാർ അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൊടുത്തത്. അപ്പം പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഏത് ക്രിമിനലിനെയാണെങ്കിലും പോലീസുകാർ കണ്ടെത്തി കൊടുക്കേണ്ട ചുമതല അവർക്കുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാടാ ആ ഒരു കാര്യം ഏറ്റെടുത്തത് എന്നൊക്കെ പറയാണ് സാറേ. എന്നിട്ട് സാറ് എന്തു പറഞ്ഞു സാറേ, പണിയായോ എന്ന് ചോദിച്ചപ്പോഴേക്കും ചതിച്ചോ സാറേ? ഒരിക്കലും ഇല്ലടാ, നിന്നെ ഞാൻ ചതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിന്റെ പേരൊന്നും ഒരിക്കലും ഞാൻ പറയാനായിട്ട് പോവില്ല. അയ്യ സാറ്, അതല്ല, സാറെ തന്നെ ചതിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. സാറ് പറയും ഞാനാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞു കൂട്ടും. അതുകൊണ്ട് സാറിൻ്റെ പേര് ഒരിക്കലും പറയരുത്. സാറ് വേണമെങ്കിൽ എൻ്റെ പേര് പറഞ്ഞോ, ഞാൻ ജയിലിൽ പോകാനായിട്ട് തയ്യാറാണ് സാറേ. എന്തിനാടാ? ഒരിക്കലും നിന്നെ ഞാൻ ഒറ്റിക്കൊടുക്കില്ല. കാരണം അങ്ങനെ ഒറ്റിക്കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തെറ്റ് ചെയ്തത് ഞാനാണ്, അപ്പം ഞാനാണ് ജയിലിൽ പോകേണ്ടത്, അല്ലാതെ നീയല്ല. ഇല്ല സാറേ, സാറിന് ഇനിയും ജീവിതം ഉള്ളതാണ്. സാറിനെ ഒറ്റിക്കൊടുക്കാനോ വഞ്ചിക്കാനോ ഒന്നും ഞാൻ തയ്യാറല്ല സാറേ. അപ്പം നിനക്കെന്താ ജീവിതമില്ലേ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അങ്ങനെയല്ല സാറേ. എൻ്റെ കാട്ടിൽ കയറി എൻ്റെ മൂപ്പനെ കൊന്നവനാണ് അവൻ. പിന്നെ എൻ്റെ അമലുവിനെ ഒരുപാട് സങ്കടപ്പെടുത്തിയവനാണ് അവൻ. അപ്പോൾ അവനെ
അവനെ കൊന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് സാറേ. അതിനു വേണ്ടി ഞാൻ ജയിലിൽ പോകാനായിട്ട് എനിക്കൊരു മടിയില്ല. അതുകൊണ്ടാ ഇനി പോലീസുകാർ വന്നു കഴിഞ്ഞാൽ സാർ എൻ്റെ പേര് പറഞ്ഞോ, നമ്മൾ ആരുടെയും പേര് പറയാനായിട്ട് പോകുന്നില്ല വേലു. അവർ കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടുപിടിക്കട്ടെ, വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം. അതിനെക്കുറിച്ച് ഇനി ചർച്ചയുടെ ആവശ്യമോ ഇല്ല എന്നൊക്കെ വേലുവിനോട് പറയുകയാണ് കിരൺ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എങ്കിൽ പിന്നെ സാറേ ഞാനേ ഈ തേനൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് വരട്ടെ കേട്ടോ. എന്നാൽ ശരി സാറേ. ശരിയടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വേലു അങ്ങോട്ട് നടക്കാം. അപ്പം ഇങ്ങനെ തേനും കൊണ്ട് ഇങ്ങനെ നടക്കുന്ന ആ സമയത്താണ് പോലീസ് ജീപ്പ് ആ വഴി വരുന്നത്. അപ്പോൾ പോലീസ് ജീപ്പ് ആ വഴി വരുന്നതും വേലുവിൻ്റെ വട്ടം നിർത്തുകയാണ് പോലീസ്. അപ്പം എങ്ങോട്ട് പോകണടാ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ സാറേ ഞാൻ തേൻ കൊണ്ടേ കൊടുക്കാനായിട്ട്. തേനോ? എന്ത് തേന് സാറേ? ഇത് നാടൻ തേനാണ്. ആഹാ, നാടൻ തേനൊക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടി? അത് പിന്നെ സാറേ ഞങ്ങൾ കാട്ടിലാണ് സാറേ. അപ്പം കാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇവിടെ ചിലവർക്കൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാ തേനും കൊണ്ടുവന്നത്. നിന്റെ പേരെന്താടാ? വേലു. ഫുൾ നെയിം നിന്റെ വേലു എന്ന് തന്നെയാണ്? വേലായുധൻ എന്നാണ് എൻ്റെ പേര് സാറേ. ഓ, വേലായുധൻ, മനസ്സിലായി. നീ ആരാണ് എന്താണെന്നൊക്കെ മനസ്സിലായി. നീ ഒറ്റക്കാണോ വന്നത്? ഇല്ല സാറേ, എൻ്റെ ഭാര്യയും കൂടി ഉണ്ട് സാറേ, അമലു. അവളെ കിരൺ സാറിൻ്റെ വീട്ടിലാക്കിയിരിക്കുകയാണ്. ഓ, കിരൺ സാറ്. കിരൺ സാറിൻ്റെ വീട്ടിലാക്കിയിരിക്കുകയാണ് പോലും. അല്ല, ഈ കിരൺ സാറായിട്ട് എങ്ങനെയാടാ നിനക്ക് പരിചയം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഉണ്ടായ കാര്യങ്ങളെല്ലാം അവിടെ പറയാണ്. അത് ശരി, അതെ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങളെല്ലാം ചോദിക്കാനുണ്ട്. നമുക്ക് സ്റ്റേഷനിലേക്കൊന്ന് പോയാലോ? അത് പിന്നെ സാറേ എന്തിനാ സാറേ സ്റ്റേഷനിലേക്ക് പോകുന്നത്? എനിക്ക് തേനൊക്കെ കൊടുക്കാനുള്ള സാറേ. തേനൊക്കെ കൊടുത്ത് എനിക്ക് നേരെ വീട്ടിലേക്ക് പോകാനുള്ളതാണ് സാറേ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലേക്ക് പോകാനോ? എടാ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിന്നോട് ചില ചോദ്യങ്ങളെല്ലാം ചോദിക്കാനുണ്ട്. അതിനൊക്കെ നീ കറക്റ്റായിട്ടുള്ള മറുപടി പറയണം. അത് കഴിഞ്ഞിട്ട് നീ തേനും കൊണ്ട് പോയിക്കോ, എനിക്കൊരു പ്രശ്നവുമില്ല സാറേ. അത് പിന്നെ അത് വേണോ സാറേ? സാറേ എനിക്ക് എന്നെ കാത്തവിടെ അമലിരിക്കുമായിരിക്കും സാറേ, അതുകൊണ്ടാണ് സാറേ. ഇവിടെ കേരള പറഞ്ഞാൽ കേട്ടൂടെ നിനക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഈ വേലുവിൻ്റെ കഴുത്തിൽ കയറി കുത്തി പിടിച്ചിട്ട് നേരെ ജീപ്പിലേക്ക് കയറ്റുകയാണ് പോലീസുകാർ ചെയ്യുന്നത്. അപ്പോൾ നേരെ സ്റ്റേഷനിലെത്തുകയാണ്. സ്റ്റേഷനിലെത്തി കഴിഞ്ഞിട്ട് നമ്മുടെ പോലീസുകാരൻ നേരെ വേലുവിനോട് ചോദിക്കണം, പറ ഇനി എന്താണ് സംഭവിച്ചത്? കാരണം ഈ ഗംഗാപ്രസാദ് എന്ന് പറഞ്ഞവനെ ഇപ്പം കാണാനില്ല. അന്ന് കാർത്തികയുടെയും ദിലീപിൻ്റെയും കല്യാണത്തിന് നീയും ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിങ്ങൾ ഗംഗാപ്രസാദിനെ കണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കേ ഇല്ല സാറേ, ഞങ്ങൾ ഗംഗാപ്രസാദിനെ കണ്ടൊന്നുമില്ല. പക്ഷേ ഗംഗാപ്രസാദ് കല്യാണപ്പന്തലിൽ വന്നല്ലോടാ, എന്നിട്ട് നിങ്ങളെന്താ കാണാതിരുന്നത്? സാറേ ഞങ്ങൾ അവനെ കണ്ടിട്ട് പോലുമില്ല. പിന്നെ ഇതിനെക്കുറിച്ച് ഞങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാനാണ് സാറേ? പക്ഷേ മോനെ, ഈ ഗംഗാപ്രസാദ് കല്യാണപ്പന്തലിൽ വന്നതിന് ശേഷം പിന്നീട് ആരും അവനെ പുറത്തേക്ക് കണ്ടിട്ടില്ല. അതിനുള്ള എല്ലാ തെളിവുകളും സാക്ഷികളൊക്കെ ഞങ്ങളുടെ പക്കലുണ്ട്. അതുകൊണ്ട് ഞങ്ങളോട് കള്ളത്തരം പറഞ്ഞ് നീ രക്ഷപ്പെടാനാണ് ഭാവമെങ്കിൽ അതൊന്നും നടക്കില്ല. അയ്യോ സാറേ, ഞാൻ കള്ളത്തരമൊന്നും പറഞ്ഞിട്ടില്ല സാറേ, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഈ ഗംഗാപ്രസാദിനെ തേടി നടക്കുകയാണ് ഞാൻ. അവനെ കണ്ടാൽ തന്നെ ഞാൻ അവനെ തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ എന്തിനാ അവനെ തീർക്കുന്നത് സാറേ? കാട്ടി വന്ന് കാട്ടുമൂപ്പനെ കൊന്ന് പിന്നെ എൻ്റെ ഭാര്യ അമലുവിനെ ചതിച്ചിട്ട് പോയവനാണ് ഈ ഗംഗാപ്രസാദ്. അപ്പം അവനെ തീർക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ മുൻകൈയെടുത്ത് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവനെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ അവനെ തീർക്കൂലേ സാറേ? അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ അവനെ കണ്ടില്ലെന്ന് കള്ളം പറയുന്നത് സാറേ എന്ന് പറഞ്ഞപ്പോഴേക്കും, എടാ നീയും നിന്റെ കൂട്ടുകാരും കൂടി ചേർന്ന് ഈ ഗംഗാപ്രസാദിനെ കൊന്നു തള്ളി എവിടെയെങ്കിലും കുഴിച്ചുമൂടി ഇട്ടിട്ടുണ്ടെങ്കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേലു ഒട്ടും പതറാതെ തന്നെ അവിടെ നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. സാറേ അങ്ങനെ ചെയ്തെങ്കിൽ ഈ കുറ്റം ഏൽക്കാനായിട്ട് ഞാൻ തയ്യാറാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. അല്ല, ഈ ക്യാമറയിൽ അതായത് വീഡിയോയിൽ നീയൊന്നും അവിടെ കല്യാണപ്പന്തലില്ലല്ലോടാ, എവിടെ പോയായിരുന്നു? സാറേ ഈ ഗംഗാപ്രസാദിൻ്റെ ഭീഷണി ഉള്ളതാണല്ലോ സാറേ. അപ്പം കല്യാണപ്പന്തലിലേക്ക് കയറുന്നുണ്ടോ, അവൻ ഇവിടെ എവിടെയെങ്കിലും വരുന്നുണ്ടോ, അവൻ വന്നു കഴിഞ്ഞാൽ അപകടമാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അവനെ അന്വേഷിച്ചിട്ട് ഞങ്ങൾ ചുറ്റുപാട് നിൽക്കുകയായിരുന്നു സാറേ. അതുകൊണ്ടാണ് ഞങ്ങൾ ആ വീഡിയോയിൽ കാണാതിരുന്നത് എന്ന് വ്യക്തമായിട്ട് തന്നെ ഇവിടെ വേലു പറയുക. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേ ഓഹോ, അപ്പം അങ്ങനെയാണ് സംഭവങ്ങളല്ലേ. അപ്പോൾ ഈ കിരണിൻ്റെ വീട്ടിൽ നീ എന്തിനാ ഇടക്കിടക്ക് പോകുന്നത് സാറേ? ഞങ്ങളുടെ കല്യാണം നടത്തി തന്നത് കിരൺ സാറാണ്. ഓ, കിരണാണോ നിന്റെ കല്യാണമൊക്കെ നടത്തി തന്നത്? അതെന്തിനാ? അതല്ല, ഈ കാർത്തികയുടെയും ദിലീപിൻ്റെയും കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ കല്യാണം നടത്തിയതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സാറേ അത് പിന്നെ വേറൊന്നും അല്ല സാറേ, അമലു ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. കാരണം ഗംഗാപ്രസാദ് അമലുവിനെ ചതിച്ചിട്ട് പോയതാണല്ലോ. അപ്പോൾ ആ ഒരു സങ്കടമൊക്കെ തീർക്കാൻ വേണ്ടിയാണ് എൻ്റെയും അമലുവിൻ്റെയും കല്യാണം എത്രയും പെട്ടെന്ന് നടത്തി തന്നത്. അവളുടെ മനസ്സൊന്ന് മാറട്ടെ എന്നൊക്കെ
വിചാരിച്ചുകൊണ്ട്. അല്ലാതെ വേറൊന്നും അല്ല സാറേ. അതെന്താ നിന്റെ ഊരിൽ വെച്ച് നടത്താതെ ഇവിടെ വെച്ച് തന്നെ നടത്തിയത്? അത് പിന്നെ അത് അവരുടെ ആഗ്രഹമായിരുന്നു സാറേ. പിന്നെ ഞങ്ങളുടെ ഊരിലെയും കല്യാണം നടക്കാനായിട്ട് പോവാണ്. ഈ വിഷുവിൻ്റെ അന്നാണ് കല്യാണം എന്നൊക്കെ പറയാം. ഓ, അപ്പോൾ നീ വിശദമായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അല്ലേ? ശരി, ഇനി നീ പൊയ്ക്കോ. പക്ഷേ ആവശ്യമുള്ളപ്പോഴൊക്കെ നീ വന്നോളാം. ഓക്കെ സാറേ, ഞാൻ ആവശ്യമുള്ളപ്പോഴൊക്കെ സാറിൻ്റെ അടുത്തേക്ക് വന്നോളാം. അതിനൊന്നും യാതൊരു തടസ്സവും ഇല്ല സാറേ എന്ന് പറയാണ്. ഓക്കെ, വിട്ടോ എന്ന് പറഞ്ഞപ്പോഴേക്കും വേലു അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ വേറൊരു പോലീസുകാരനെ നമ്മുടെ ഈ CI വിളിച്ചിട്ട് പറയാണ്, അതെ, അവൻ പോകുന്നത് എങ്ങോട്ടാണ്, അവൻ ആരോടൊക്കെ സംസാരിക്കും, ഈ വഴി പോകുമ്പോൾ അവൻ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടുപിടിക്കണം. ശരി, ഞങ്ങൾ ഏറ്റു സാറേ എന്നും പറഞ്ഞുകൊണ്ട് ഇയാളും പിന്നാലെ പോവുക. പിന്നീട് കാണിക്കുന്ന നമ്മുടെ കല്യാണിയും അമലും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ കല്യാണി ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് നിൻ്റെ ജീവിതം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എനിക്ക് എൻ്റെ മനസ്സ് കുറ്റബോധം കൊണ്ട് നീറുകയാണ് ചേച്ചി. ഞാൻ എൻ്റെ വേലുവേട്ടനെ ചതിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ അത്രയും വലിയ ചതിയല്ലേ വേലുവേട്ടനോട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നുകൂടി വരികയാണ്. എൻ്റെ വേലുവേട്ടനെ ഞാൻ ഭയങ്കരമായിട്ടും ചതിക്കുകയല്ലേ ചേച്ചി. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഒരിക്കലും ഇല്ല അമലോ, നീ വേലുവിനെ ഒന്നും ചതിച്ചിട്ടില്ല. നിൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പട്ടണത്തിൽ നിന്ന് വരുന്ന ഒരു പുരുഷൻ, അവ വിദ്യാഭ്യാസവും സമ്പന്നരും ഒക്കെ ആയ ഒരുത്തനെ നിനക്ക് കല്യാണം കഴിക്കണമെന്ന്. പക്ഷേ പട്ടണത്തിലുള്ളവരെല്ലാവരും നല്ലവരല്ല എന്ന് നിന്റെ മുന്നിൽ കാണിച്ചു തന്നതാണ് ഈ സംഭവത്തോടു കൂടി തന്നെ. നിന്റെ തെറ്റ് തിരുത്തി തന്നതാ, നിന്റെ മനസ്സ് മാറ്റി തന്നതാ. വേലു ആരാണ്, എന്താണ്, വേലുവിന് നിന്നോടുള്ള സ്നേഹം എന്താണെന്നൊക്കെ ദൈവം നിന്റെ മുന്നിൽ കാണിച്ചു തന്നതാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകാനുള്ള കാരണം. അങ്ങനെ മാത്രം വിചാരിച്ചാൽ മതി അമലു നീയ. അല്ലാതെ ഈ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ചിന്തിച്ച് അബദ്ധങ്ങളൊന്നും കാണിച്ചു വെക്കാൻ നിൽക്കണ്ട. വേലു നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നേര്. ഗംഗാപ്രസാദ് എവിടെയാണ്, എന്താണ് എന്നൊന്നും നമുക്കറിയില്ലല്ലോ. ഇനി അവൻ്റെ ശല്യം ഉണ്ടാകാനും പോകുന്നില്ല. അപ്പോൾ ഏതായാലും നീ വേലുവിൻ്റെ നല്ല അടിപൊളി ഭാര്യയായിട്ട് ജീവിക്കാനായിട്ട് നോക്കുന്നൊക്കെ കല്യാണി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇവിടെ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേലു കിരണിനെയും രതീഷിനെയും കാണുകയാണ്. അപ്പോൾ പോലീസുകാർ ചോദ്യം ചെയ്ത കാര്യങ്ങളൊക്കെ ഇവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രതീഷ് പറയണം, എടാ നീ അബദ്ധവശാൽ എന്തെങ്കിലും കാര്യങ്ങളെല്ലാം പറഞ്ഞോ? അങ്ങനെ പറയോ സാറേ? ഞാൻ അവർക്ക് വള്ളി പുള്ളി വിടാതെ ഒരു കാര്യവും ഞാൻ അവർക്ക് സംശയം തോന്നാത്ത രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് കിരൺ സാറെ ഭയങ്കര സംശയമാണ് കേട്ടോ. എന്നിട്ട് നീ കിരൺ സാറിൻ്റെ പേര് പറഞ്ഞു. ഞാൻ അങ്ങനെ പറയോ സാറേ? എന്തൊക്കെ വന്നാലും ഞാൻ കിരൺ സാറിൻ്റെ പേര് പറയില്ല. ഈ കുറ്റങ്ങളെല്ലാം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. കിരൺ സാറേ, സാറ് സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, സാറ് പേടിക്കേണ്ട കാര്യവുമില്ല. ഇത് കഴിഞ്ഞപ്പോഴേക്കടെ എനിക്ക് പേടിയൊന്നുമില്ല. എനിക്ക് പേടി നിങ്ങളെയൊക്കെയാണ്. നിങ്ങൾ അവരോട് ഞങ്ങളാണ് ഈ കുറ്റം ചെയ്തതെന്ന് പറയുമെന്നാണ് എൻ്റെ പേടി. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യരുത്. അപ്പോഴേക്കും രതീഷ് ആണെങ്കിൽ, കിരൺ സാറേ, ഞാൻ പറഞ്ഞല്ലോ എന്ത് കുറ്റമുണ്ടെങ്കിലും ഞങ്ങളത് ഏറ്റെടുത്തോളാം. നിങ്ങളുടെ സ്നേഹവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഇത്രയും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അതിന് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വേലും, സാറും കല്യാണി മേഡമൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തന്ന ഉപകാരങ്ങളില്ലേ, അതൊരിക്കലും ഞങ്ങൾക്ക് മറക്കാനായിട്ട് കഴിയില്ല. അപ്പോഴേക്കും രതീഷ് ആണെങ്കിൽ, വേലു ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഞാൻ അത്യാവശ്യം തരികിടയായിട്ട് നടക്കുന്ന ഒരു വ്യക്തി ആയിരുന്നു. പക്ഷേ എന്നെ ഇങ്ങനെ മാറ്റിയെടുത്തത് കല്യാണിയും കിരൺ സാറ് എല്ലാവരും കൂടി ചേർന്നിട്ട് എന്നെ ഇങ്ങനെ മാറ്റിയെടുത്തത്. ഇപ്പം നല്ല രീതിയിൽ ഞാൻ ജീവിക്കുന്നു, നല്ല അത്യാവശ്യമായ ശമ്പളമൊക്കെ എനിക്കുണ്ട്, എൻ്റെ കുടുംബം നന്നായിട്ട് തന്നെ പോകുന്നു. ഇതിനെല്ലാത്തിനും കാരണം ഇവർ രണ്ടുപേരുമാണ്. ഇവരെ സ്നേഹിക്കുന്നവരെ ഇവരൊരിക്കലും കൈവിടില്ല എന്നൊക്കെ രതീഷ് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ വേലുവാണെങ്കിൽ, സാറേ ഇനിയും പോലീസുകാർ വരാനുള്ള സാധ്യത ഉണ്ട്, എന്തൊക്കെ വന്നാലും നമ്മൾ ആരെയും ഒറ്റിക്കൊടുക്കാനായിട്ടൊന്നും പോകുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോഴേക്കും രതീഷ് ആണെങ്കിൽ, അല്ല സാറേ, കിരൺ സാറേ, അവൻ്റെ തലയുടെ പിന്നാലെ നല്ല അടി കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. സാർ അവൻ്റെ തലക്കിട്ട് വല്ല അടിച്ചായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കേ, ഇല്ലടാ, ഞാൻ അവൻ്റെ തലക്കിട്ടൊന്നും അടിച്ചിട്ടില്ല. പക്ഷേ അവൻ ചാകാൻ വേണ്ടി തന്നെ അവൻ്റെ നെഞ്ച് നോക്കി ഞാൻ നല്ല ഇടി കൊടുത്തായിരുന്നു. പക്ഷേ എൻ്റെ ഇടിയുടെ ആഘാതത്തിൽ അവന് ശരിക്കും അറ്റാക്ക് വരേണ്ടതാ. അങ്ങനെ അവൻ ആ നെഞ്ചും പൊത്തി വല്ലാത്തൊരു ചാകാൻ പോകുന്ന രീതിയിലാണ് അവൻ എൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടത്. പക്ഷേ ആ സമയത്ത് പോലും അവന് ഏതോ കല്ല് തട്ടി പാറക്കല്ലിൽ തലയിടിച്ച് വീണു. അങ്ങനെയാണ് അവൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നത്.
അങ്ങനെയാണ് തലയ്ക്ക് ആ പരിക്കും ഏറ്റിരിക്കുന്നത്, അല്ലാതെ വേറൊന്നും അല്ലടാ. ശരി, ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ട, നിനക്ക് ഇനിയും തേനൊക്കെ കൊടുക്കാനില്ലേ? എടാ വേലു, എനിക്ക് തേൻ തന്നില്ലടാ എന്ന് രതീഷ് പറഞ്ഞപ്പോഴേക്കും, സാറേ സാറിനുള്ളതെല്ലാം കൂടി ദേ കല്യാണ ചേച്ചിയുടെ കയ്യിലേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, സാറ് തന്നോളും. എടാ തേൻ ഇഷ്ടം പോലെ ഉണ്ടടാ രതീഷേ, നിനക്ക് എന്തോരം വേണമെങ്കിലും എടുക്കാം, നല്ല ഒന്നാം തരം തേനല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് വേലുവും അതേപോലെ തന്നെ കിരണും കൂടി പോവാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും രതീഷ് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒരാളിങ്ങനെ പതുങ്ങി നിൽക്കുക ഈ ബൈക്കിൽ. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രതീഷിന് എന്തൊക്കെയൊരു ഡൗട്ട് തോന്നുന്നത്, എന്താണാവോ ഇതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തികയുടെ വീട്ടിലേക്ക് പോലീസ് വരികയാണ്. അപ്പോൾ കാർത്തിക ചോദിക്കണം, എന്താ സാറേ? അതെ കാർത്തികയല്ലേ? അതെ സാറേ, എനിക്ക് ചില കാര്യങ്ങളെല്ലാം ചോദിക്കാനുണ്ട്. എന്താ സാറേ എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ എവിടെ ഭർത്താവ് എവിടെ എന്ന് ചോദിച്ചപ്പോഴേക്കും, അത് പിന്നെ പുറത്തേക്ക് പോയിരിക്കുക, വൈകുന്നേരം വരും എന്ന് പറയുകയാണ്. എനിക്ക് എല്ലാവരോടും കൂടി ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട്, ഗംഗാപ്രസാദിനെ കുറിച്ചാണ്. ഗംഗാപ്രസാദോ? അവനെക്കുറിച്ച് എന്താണ് സാറേ അറിയാനുള്ളത്? ഗംഗാപ്രസാദ് അന്ന് കല്യാണത്തിനന്ന് കല്യാണപ്പന്തലിൽ വന്നായിരുന്നോ? ഇല്ല സാറേ, അവിടെയെങ്ങും കണ്ടില്ലല്ലോ സാറേ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഇല്ല എന്നാ നിങ്ങൾക്ക് അറിയാത്തൊരു സത്യം ഞാൻ പറയാം. ഗംഗാപ്രസാദ് കല്യാണപ്പന്തലിൽ വന്നായിരുന്നു, പക്ഷേ അറിഞ്ഞിട്ടും മറച്ചു വെക്കുകയാണോ നിങ്ങൾ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇവരാകെ ഞെട്ടിപ്പോവാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ ബൈ.